എല്ലാവർക്കും നമസ്കാരം. അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പം നമ്മുടെ ഭരണിയെല്ലാം കഴിഞ്ഞു, നടയൊക്കെ അടച്ചു. ഇന്ന് ചൊവ്വാഴ്ച ലോകാംബികയായ കൊടുങ്ങല്ലൂർ അമ്മയുടെ തിരുനട തുറക്കുകയാണ്. എല്ലാ വെളിച്ചപ്പാടുമാരുടെ ക്ഷേത്രങ്ങളിലും ഭഗവതിക്ക് പൂജ നടക്കുകയാണ്. എല്ലാം അമ്മയാണ്. കാളിയല്ലാതെ നമുക്ക് ഒന്നുമില്ല. കാളിയുടെ ശക്തിയല്ലാതെ മനുഷ്യ നമുക്കാർക്കും ശക്തിയില്ല. കാളി വിചാരിക്കാതെ ഒരു പുൽക്കുടി പോലും അനങ്ങുകയില്ല. പറയുന്നവർക്ക് എന്തും പറയാം. അതനുഭവിച്ചവർക്ക് ഒരിക്കലും അത് അനുകൂലിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ അനുഭവിച്ചവരാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മൾ ഓരോരുത്തരും അമ്മയെ അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന മക്കളാണെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ട്. അപ്പോൾ പൊന്നംബികയുടെ നട തുറന്നു. എൻ്റെ ക്ഷേത്രത്തിലും നട തുറന്നു. ഇപ്പോൾ ഭഗവതി എല്ലാം കഴിഞ്ഞതേ വന്നിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാൻ നേരം കിട്ടിയത്. എനിക്ക് നേരം കിട്ടണില്ല മക്കളൊന്നിനും. കാരണം ഒരു കുടുംബം മൊത്തം എൻ്റെ കൈകളിലാണ്. എല്ലാം ഞാൻ നോക്കണം. ഒരു ഗ്ലാസ് എടുത്ത് കഴുകാൻ പോലെ ആരുമില്ല. എൻ്റെ അമ്മമാർക്കൊക്കെ വയസ്സും പ്രായമായി. അപ്പോൾ അവരൊക്കെ പോയിക്കുക, വിരുന്നിന് പോയിക്കുക. ഞാൻ വിട്ടേക്കുക, എവിടെയെങ്കിലും പോയി 10 ദിവസം നിൽക്കട്ടെ. അപ്പോൾ എല്ലാവരും വിട്ടേക്കാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഭഗവതി ഞാൻ മാത്രം. അപ്പോൾ നമ്മുടെ കാളി മഹാമായ കാളിയല്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. കാളിയെ ശക്തിയായി നമുക്കൊപ്പം അല്ലെങ്കിൽ കാളിയിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. കാളിയെ പൂജിക്കുന്നവർക്ക് സ്വയം ചൈതന്യമുണ്ടാകണം. കാളിയെ പൂജിക്കുന്നവർക്ക് ചൈതന്യമുണ്ടെങ്കിൽ മാത്രമേ കാളിയുടെ ശക്തി അവിടെ പ്രവൃത്തിയിൽ വരികയുള്ളൂ. നമുക്ക് ചൈതന്യമില്ല, കാളിയെ പൂജിക്കുന്ന നമുക്ക് സത്യമില്ല, ധർമ്മമില്ല. അതേപോലെ നമുക്ക് ചൈതന്യമില്ലെങ്കിൽ ഒരിക്കലും കാളിയെ വെച്ച് ആരാധിച്ച ആ കാളി വെറും കല്ലായി മാറും. അതല്ല, നമുക്ക് സത്യമുണ്ട്, നീതിയുണ്ട്, നമ്മൾ ചൈതന്യമുള്ളൊരു വ്യക്തിയാണ് കാളിയെ ആരാധിക്കുന്നതെങ്കിൽ കല്ല് പോലും ജീവമുള്ള കാളിയായി മാറും. അംബിക കാളി 4 ദിക്കിൽ 4 ഭാവത്തിൽ കുടികൊള്ളുന്നു. അത് മക്കൾക്കറിയാമല്ലോ. കന്യാകുമാരിയിൽ അമ്മ കന്യകയാണ്, കന്യാംബിക. എന്നാൽ മൂകാംബികയിലമ്മ, കൊല്ലൂരമ്മ മൂകാംബിക, കൊടുങ്ങല്ലൂരമ്മ ലോകാംബിക, പാലക്കാടമ്മ ഹേമാംബിക. ഇങ്ങനെ ഈ 4 ഭാവങ്ങളും കൊണ്ട് 4 ദിക്കിൽ അമ്മ കുടിയിരിക്കുകയാണ്. ആരാണ്? നമ്മുടെ അമ്മ. 4 ഭാവങ്ങളിൽ നമ്മുടെ അമ്മ കുടിയിരിക്കുകയാണ്. നമുക്കമ്മയെ ആരാധിക്കാം, വിളിക്കാം, പ്രാർത്ഥിക്കാം. അമ്മയല്ലാതെ ഈ ലോകത്ത് നമുക്കാരുമില്ല. അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമ്മൾ അടിയുറച്ച് വിശ്വാസത്തോടു കൂടി അമ്മയുടെ കാലിലെ തങ്കച്ചിലമ്പായോ അമ്മയുടെ കാലിലെ പാദസരമായോ നമ്മൾ മാറണം. അവിടെ മാത്രം അന്നു മുതൽ മാത്രമേ നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയുള്ളൂ. അല്ല, അവർ
അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അമ്മ രക്ഷിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൊടുങ്ങല്ലൂരമ്മേ മഹാമായി. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.